സാറേ ഈ സ്വാഗതം. ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. 76ാമത്തെ ഉറവില് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളുടെ 76ാമത്തെ ഉറവ് വെബിനാറാണ്. 75ഓളം വെബിനാറുകൾ നമ്മൾ കൂടി ഏതാണ്ട് നമ്മൾ ഗ്രാജുവേറ്റ് ലെവലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ 75 വെബിനാറുകൾ കൂടിയാൽ തന്നെ നമ്മളൊരു പ്രതിഭയായിട്ട് മാറും. അങ്ങനെയുള്ള ഒരു രത്നമാണ്, ഒരു പ്രതിഭാ സുധീറാണ് നമ്മൾ ഇന്ന് ശ്രവിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഇന്ന് അധികം സമയം കളയാണ്ട് തന്നെ നമുക്ക് നമ്മുടെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് സ്വാഗതം പറയാനായിട്ട് ഫാസിൽ സാറുണ്ടോ? സാറിനെ എല്ലാവരുടെയും പേരില് എറണാകുളം KCTTU പ്രസിഡന്റ് SF ഫാസിൽ സാറിനെ സ്നേഹപരിസരം സ്വാഗതം ആശംസിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു വെരി മച്ച് സൈജു സാർ. എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി ഈ സായനത്തിലേക്ക് സ്വാഗതം. ഉറവിന്റെ 76ാമത്തെ അധ്യായമാണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ പ്രതിഭയാണെന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് സെഷൻ എടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. പ്രതിഭയുടെ വളരെ മനോഹരമായിട്ടുള്ള സെഷനായിരിക്കും ഉറപ്പാണ്. അപ്പൊ ഞാൻ കൂടുതലൊന്നും നീട്ടുന്നില്ല. ഞാനൊരു പ്രോഗ്രാമിന്റെ ഇടയിലും യാത്ര മധ്യമാണ്. അപ്പൊ അതിന്റെ നിശ്ചിതമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ ഡോക്ടർ PV ജോസഫ് സർ, നമ്മുടെ പ്രസിഡന്റ് സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ സഹയാത്രിക സ്റ്റേറ്റ് കോർഡിനേറ്റർ തഹസീം മാഡം ഉണ്ട് ഇവിടെ. തഹസീം മാമിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം തഹസീം മാം. അതേപോലെ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിന്റെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് നമുക്ക് എത്തിയിട്ടുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന പ്രതിഭ സുധീറാണ്. പ്രതിഭയെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. വെൽക്കം പ്രതിഭ. നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ചന്ദ്രകല ഇവരുണ്ട്. ചന്ദ്രകല മാമിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം ചന്ദ്രകല മാഡം. അതുപോലെ നമ്മുടെ MC സൈജു സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ ഒട്ടനവധി വിശിഷ്ടാതിഥികൾ ഇവിടെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പല പ്രസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരെയും ഞാൻ കൂടുതലൊന്നും നീട്ടുന്നില്ല. വളരെ ചുരുങ്ങിയ വാക്കുകളോടെ എല്ലാവരെയും ഓക്കെ, താങ്ക് യു ഫാസിൽ സാർ. സാറ് പറഞ്ഞത് തീർന്നു എന്ന് വിചാരിക്കുന്നു. സാറിന് മ്യൂട്ടായി പോയി. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായിട്ട് ഡോക്ടർ PV ജോസഫ് സാറിനെ എല്ലാവരുടെയും പേരിൽ സ്നേഹ ആദരങ്ങളോടെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. Respect General Secretary of Ernakulam District SF ഫാസിൽ, സഹയാത്രിക സ്റ്റേറ്റ് കോർഡിനേറ്റർ തഹസീം സാക്കിർ, today's resource person പ്രതിഭ സുധീർ, പോൾ പടയാട്ടി, ചന്ദ്രകല മാം, ഏറെ സ്ഥിരം MK പ്രസാദ് സാറുണ്ട്, ഔസിഫ് സാറുണ്ട്, രഞ്ജിത, മറ്റ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഉറവ് വെബിനാറിന്റെ 76ാമത് വെബിനാറിലേക്ക് ഹാർദവമായിട്ടുള്ള സ്വാഗതം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. കഴിഞ്ഞ വെബിനാർ 75ാമത് വെബിനാർ നമ്മൾ വളരെ ആഘോഷപൂർവ്വം നടത്തുകയുണ്ടായിട്ട് നല്ല ക്ലാസ് ആയിരുന്നു. മൈൻഡ് പവറും ലൈഫ് സ്കിൽസും എന്ന വിഷയത്തിലെ ഡോക്ടർ മേരിയം മെറ്റിൽഡയുടെ ആ ക്ലാസ് വളരെ രസകരവും വളരെ ഇൻഫോർമേറ്റീവുമായിരുന്നു. എല്ലാവരും അത് നോട്ട് ചെയ്ത് എൻ്റെ റെക്കോർഡുകളൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ആ റെക്കോർഡ് ഉടനെ ഞാൻ അയച്ചു തരാം. യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് യൂട്യൂബിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും എടുത്ത് നോക്കാവുന്നതാണ്. നല്ലൊരു വീഡിയോ ആണത്, കാണണം. ഇന്ന് 76ാമത്തേതാണ്. അത് നമ്മുടെ തന്നെ മെമ്പറാണ് പ്രദീപ സുധീർ. മെമ്പർമാര് നിർബന്ധമായിട്ടും ഒരെണ്ണം എങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദീപയോട് പറയുകയും പ്രദീപ സമ്മതിക്കുകയും ചെയ്തു. നമ്മുടെ ആദ്യകാലത്ത് മുതലുള്ള മെമ്പറാണ്. ആദ്യം ആലപ്പുഴ ജില്ലയിലായിരുന്നു, പിന്നീട് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങി വന്നു. അന്ന് മുതൽ എനിക്കറിയാം വളരെ സ്മാർട്ടാണെന്നുള്ളതാണ്. വളരെ പ്രോജക്റ്റുകൾ ചെയ്യാൻ താല്പര്യമുള്ള ഒരു പരിശീലകയാണ്, കൗൺസിലറാണ്, അതുകൂടാതെ തന്നെ ടീച്ചർ, അങ്ങനെ പല റോളുകളിൽ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ അവസാനമായിട്ട് ഞാൻ കണ്ടത് ഇക്കിഗായുടെ ഒരു വീഡിയോ ഞാൻ വാങ്ങിക്കൊണ്ടായി.
അത് നല്ല വീഡിയോ ആണ്. ആ വീഡിയോ എല്ലാ ലെസൺസും ഉണ്ട് അതിനകത്ത്. അതിൽ ശബ്ദം നൽകിയിരിക്കുന്നത് പ്രദീപ സുധീറാണ്. വളരെ നല്ല തന്മയത്തോടെ, നല്ല വോയിസ് മോഡുലേഷനോടെ, വളരെ ക്ലാരിറ്റിയോടെയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത് വാങ്ങി അത് കേൾക്കണം എന്നുകൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. ഇന്നത്തെ ടോപ്പിക് ഹരഹാച്ചി സാൻപിൻച. എന്താണെന്ന് എനിക്കൊരു പിടി കിട്ടിയില്ല. എന്തായാലും അതിനകത്ത് ഇക്കിഗായി ഉണ്ട്, അതുപോലെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും എല്ലാം. ഇക്കിഗായിൽ അതൊക്കെ വരുന്നുണ്ടല്ലോ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ലൈഫ് സ്റ്റൈല് എല്ലാം വരുന്നത്. ഫുഡ് അതെല്ലാം തന്നെ ഇന്ന് രസകരമായ രീതിയിൽ പ്രദീപ സുധീർ തൻ്റെതായ തന്മയത്തോടെ അവതരിപ്പിക്കും. എല്ലാ ആശംസകൾ നേരുന്നു. ഈ ക്ലാസ് കേൾക്കാൻ കാതോർത്തിരിക്കുന്ന നിങ്ങളെ ഒരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓവർ ടു സൈജു സർ. താങ്ക് യു വെരി മച്ച് സാർ. അടുത്തതായിട്ട് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രതിഭ മാഡത്തിനെ പരിചയപ്പെടുത്താനായിട്ട് ഇൻട്രൊഡക്ഷൻ ടു റിസോഴ്സ് പേഴ്സൺ, നമ്മുടെ KCTTUവിന്റെ ചെറുപ്പക്കാരൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ട്രഷറും കൂടിയായ പോൾ പടയാട്ടി സാറിനെ ക്ഷണിക്കുകയാണ്. സാർ പ്ലീസ്. ഗുഡ് ഈവനിങ് ആൾ. അറബിക്കടലിന്റെ റാണിയാണല്ലോ കൊച്ചി. സൂര്യനും നല്ല വായുവും വെള്ളവും പരന്ന വശ്യതയും നിറഞ്ഞ ആ മനോഹാരിതയുടെ പൂഞ്ചോലകളാണ് നിറഞ്ഞു തുളുമ്പുന്ന കായലുകൾ. ആ കായൽ പരപ്പുകളിൽ പച്ചപ്പുതച്ച് ഹരം പിടിപ്പിക്കുന്ന കുറേ ദ്വീപുകളിൽ ഒന്നാണ് പെരുമ്പളം. പറമ്പുകളും അതിൽ വളരുന്ന മാവും പ്ലാവും കശുമാങ്ങയും കുളങ്ങളും തോടുകളും ഇടവഴികളും മൺപരപ്പുകളും വേലിക്കെട്ടുകളും നിറഞ്ഞ പ്രകൃതി. അതിൻ്റെ സൗരഭ്യത്തിലും മേന്മയിലും പ്രകൃതിയെ കണ്ട് ലയിച്ചു വന്ന ഒരു മിടുക്കിയ ടീച്ചർ, അതാണ് എനിക്കറിയാവുന്ന പ്രതിഭ സുധീർ എന്ന നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ. സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന ഈ അധ്യാപികയെ പല മേഖലകളിലും പ്രാവീണ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. TV ന്യൂസ് റീഡറായിരുന്നു. അതിൻ്റെ ഫലമായിട്ടായിരിക്കും മലയാളത്തിൽ ഇക്കിഗായിയെ കുറിച്ച് ഒരു വീഡിയോ ബുക്ക് ഇറക്കിയിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു പ്രൊഡക്ഷനാണ് അത്. അതിനെക്കുറിച്ച് ജോസഫ് സാർ പറഞ്ഞു, ഞാനും അത് കേട്ടിട്ടുണ്ട്. അതുപോലെ പ്രതിഭയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്പിരിച്വൽ സ്പീക്കറും ഒരു മോട്ടിവേഷണൽ സ്പീക്കറും. പ്രകൃതിയെക്കുറിച്ച് ഇന്ന് ആരെങ്കിലും കൂടുതലായിട്ട് ഉള്ളറിഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള അറിവുള്ള ഒരു വ്യക്തിയുമാണ്. ആ പ്രതിഭ സുധീറിനെ ഇന്ന് നമുക്ക് ഇപ്പൊ എന്റെ വായിൽ പറഞ്ഞില്ല, ഹരഹാച്ചി എന്ന ആ ജാപ്പനീസ് സങ്കേതം വളരെ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനായിട്ട് എല്ലാവരും കാതോർത്തിരിക്കുന്നു. എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. പ്രതിഭ, ഇറ്റ് ഈസ് യുവർ ഡയസ്. Please take the microphone. Thank you. Thank you, sir. Start ചെയ്യാം. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് കേട്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? കാരണം ഇത് എന്ത് റിലേറ്റഡ് ആണ്, അങ്ങനെ എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ടെക്സ്റ്റ് റിലേറ്റഡ് ആണെന്ന് മനസ്സിലായിട്ടുള്ളവർക്ക് yes എന്ന് ടൈപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നോ. No. No. Okay. Okay. ഓക്കെ നമുക്ക് ആരംഭിക്കാം. അപ്പൊ ഹരഹാച്ചി സാൻപിൻച, അതാണ് നമ്മുടെ ടോപ്പിക്. ഓക്കെ ജമീല മാം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആരംഭിക്കാം അല്ലെ? സത്യത്തില് ഈ ഒരു ഇക്കിഗായി എന്ന് പറയുന്ന ഒരു പുസ്തകം വായിക്കുമ്പോ, അത് ഇങ്ങനെ ഒരു വീഡിയോ ബുക്ക് ആക്കുമ്പോ
എനിക്ക് ഇത്രയ്ക്ക് പ്രാധാന്യം ഇതിനുണ്ടെന്ന് മനസ്സിലായിരുന്നില്ല. പക്ഷെ ഇന്ന് അതിന്റെ പ്രാധാന്യം നന്നായി തിരിച്ചറിഞ്ഞപ്പോ അതിന് ഹെൽത്തുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ, അതാണ് ഞാൻ ശരിക്കും പറയാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും നമ്മൾ ഇക്കിഗായി എന്നൊരു പദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ലൈഫിൽ ഇക്കിഗായി വേണം, തൊഴിൽ സംബന്ധമായി ഇക്കിഗായി വേണം, സക്സസ്ഫുൾ ആനന്ദകരമായ ഒരു ജീവിതം വേണം, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. ഞാനും അങ്ങനെയായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ ഇക്കിഗായിയുടെ ഒരു ട്രെയിനിങ് SIHൽ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയായിരുന്നു. പക്ഷെ എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഇക്കിഗായി ഫോളോ ചെയ്യുന്ന ജപ്പാനിലെ ഒക്കിനാവയിലെ ജനങ്ങളിലുണ്ടായ ഒരു ഹെൽത്ത്, ഒരു ആരോഗ്യ വിപ്ലവം, അതാണ് സത്യത്തിൽ ഹാരാ ഹാച്ചി ബു. എന്നാൽ അതിനേക്കാൾ മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ഇക്കിഗായി, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹാരാ ഹാച്ചി ബുയിലേക്കും സാങ്പിൻ ചായിലേക്കും പിന്നെ ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്ന ഒരു ടിപ്പുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കത് ഗുണകരമായിരിക്കും, മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാനും സാധിക്കും. അപ്പോ ശരിക്കും ഇക്കിഗായി എന്നാൽ ആഹ്ലാദകരമായ ജീവിതത്തിനുള്ള ഒരു ഒറ്റമൂലി, അതാണ് ഇക്കിഗായി. ആഹ്ലാദകരമായ ജീവിതം എന്ന് പറയുമ്പോൾ തൊഴിൽ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാം, അതുപോലെ സാമൂഹിക ബന്ധങ്ങൾ വരും, ആരോഗ്യം വരും. ഈ ആരോഗ്യത്തിനകത്ത് വ്യായാമവും ഭക്ഷണവും വരും, അല്ലെ? നമുക്കറിയാം. സാമൂഹികമായ കുടുംബ ബന്ധങ്ങള് വളരെ മികച്ചതാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ സർവീസ് മൈൻഡും നമുക്ക് വേണം. ഇനി നമ്മള് ഇക്കിഗായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരും, പക്ഷെ നമ്മൾ വിഷമിക്കരുത്. നമ്മുടെ ഹൃദയത്തിനെ വിശാലമായി സൂക്ഷിക്കുക, ഹൃദയത്തെ പ്രായമാകാൻ അനുവദിക്കാതെ ഇരിക്കുക, ഉറക്കെ നന്നായി ചിരിക്കുക. ചിരിച്ച് ഹൃദയം തുറന്ന് മറ്റുള്ളവരോട് പെരുമാറിയാൽ നമുക്ക് ദീർഘായുസ് കിട്ടും എന്നാണ് ഇക്കിഗായി പറഞ്ഞു തരുന്നത്. നമുക്കും അത് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ നല്ല ശീലങ്ങൾ ഉണ്ടായിരിക്കുക. നല്ല ശീലങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും എന്താണ് അവരവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. നേരത്തെ ഉണരുക, ഉണർന്നാൽ നടക്കാൻ പോവാം, വ്യായാമം ചെയ്യാം, സ്വന്തം പച്ചക്കറിത്തോട്ടമോ പഴത്തോട്ടമോ പൂന്തോട്ടമോ ഉണ്ടെങ്കിൽ അതിലൂടെ നടക്കാം. അത് പ്രകൃതിയിലേക്കുള്ള ഒരു ഇറങ്ങി നടക്കാണ്. അതുപോലെ തന്നെ സൗഹൃദങ്ങൾ പരിപോഷിപ്പിക്കാം. ബന്ധങ്ങളാണ് മനുഷ്യനെ നിലനിർത്തുന്നത്. ബന്ധങ്ങളുടെ കെട്ടുറപ്പിലാണ് മനുഷ്യന്റെ സന്തോഷം. ബന്ധങ്ങൾ ഉലയുമ്പോൾ നമ്മൾ ഡിപ്രഷൻ സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലേക്കോ ഒക്കെ പോവാറുണ്ട് സാധാരണ മനുഷ്യര്. പിന്നെ അതുപോലെ പ്രഷർ കുറഞ്ഞ് തിരക്കില്ലാതെ ഒരു ജീവിതം ജീവിച്ചു തീർക്കുക. ഇക്കിഗായി ഫോളോ ചെയ്യുന്ന ജാപ്പനീസ് ജനത ഇക്കിഗായി മനസ്സിലാക്കുമ്പോഴും അതിനുവേണ്ടി അവര് ഒരു ഭയങ്കരമായ ഒരു പരിശ്രമം ഒന്നും നടത്തുന്നില്ല. അവർ ക്വൈറ്റ് നാച്ചുറൽ ആയിട്ട് തിരക്കുകളില്ലാതെ ശാന്തമായി അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് ഇക്കിഗായി എഴുതിയ ഹക്തർ ഗാർസിയും ഫ്രാൻസിസ് മിറാലിയസും കണ്ടെത്തിയത്. അതുപോലെ തന്നെ മറ്റൊന്ന്, എപ്പോഴും നമ്മൾ ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കുക. ഇതാണ് ഇക്കിഗായിയുടെ ഒരു ഓവറോൾ പറയുന്നത്. എന്നാൽ എനിക്ക് ആകർഷകമായി തോന്നിയ ഇക്കിഗായിയുടെ ഭാഗം ആരോഗ്യവുമായി റിലേറ്റഡ് ആണ്. കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് വിദ്യയാണെന്ന് നമ്മൾ പറയും. പക്ഷെ വിദ്യാഭ്യാസം നേടി നമ്മൾ നേടേണ്ടത് ആരോഗ്യമാണ്. ആരോഗ്യം എന്ന സമ്പത്ത് ഇല്ലെങ്കിൽ മറ്റൊന്നും നമുക്ക് പ്രയോജനകരമായി മാറില്ല. ഇന്നിപ്പോ നമ്മൾ കേരളീയ ജനത, മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളീയ ജനത ആരോഗ്യ കാര്യത്തില് വളരെ പരിതാപകരമായിട്ടാണ് പോകുന്നത്. നമുക്കറിയാം. അതിന് ഒരു ഉദാഹരണമായിട്ട് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് മുന്നിലുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തില് ധാരാളം ഹോസ്പിറ്റലുകളിൽ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡ്സിറ്റി പോലെയുള്ള ഹോസ്പിറ്റലുകൾ ധാരാളം ഉയർന്നു വരുന്നുണ്ട്. ഒരിക്കലും നഷ്ടത്തിലാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ രോഗികളില്ല എങ്കിൽ ഇത് നഷ്ടത്തിലാവും. അതെല്ലാം അടച്ചുപൂട്ടും. പക്ഷേ ഒരെണ്ണം പോലും അടച്ചുപൂട്ടുന്നില്ല. ധാരാളം രോഗികളുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം കേരളീയ ജനതയുടെ ആരോഗ്യ നിലവാരം ഉയരുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ അടക്കം നമ്മൾ രോഗികളാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ രോഗം വരുന്നത്? നമ്മുടെ ഭക്ഷണത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. ഈ ഭക്ഷണത്തിന്റെ പ്രത്യേകത
നമ്മള് എനിക്ക് മനസ്സിലായത് ഇക്കിഗായിയില് ആ പറയുന്ന കാര്യം, അതിന്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രീയത. ആ ശാസ്ത്രീയത ഞാൻ പഠിച്ചത് MG യൂണിവേഴ്സിറ്റിയിലെ ഓർഗാനിക് ഫാമിങ്ങില് ഇക്കോളജി പഠിച്ചപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി. അപ്പൊ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്താണ് ഞാൻ ഇന്ന് ഈ ക്ലാസ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ശരിക്കും ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് നല്ല വ്യായാമം ആവശ്യമാണ്, നല്ല ഭക്ഷണം ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഹാര ഹാച്ചി ബു, വായിൽ കൊള്ളാത്ത എന്നാൽ ഒരു റയർ ആയിട്ടുള്ള ഒരു പേരാണ് അല്ലെ. വയറിന്റെ 80% മാത്രം നിറയുന്ന തരത്തിൽ ഭക്ഷണം കഴിക്കുക, ഇതാണ് ഹാര ഹാച്ചി ബു. സെൻ ബുദ്ധിസ്റ്റുകളും ഇതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നു. ഇത് ജപ്പാനിലെ ഒക്കിനാവ എന്ന സ്ഥലത്തെ ജനങ്ങളുടെ, ദ്വീപിലെ ജനങ്ങളുടെ ഭക്ഷണ രീതിയാണ്. അവരൊരിക്കലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കില്ല. നമ്മളൊക്കെ ഇപ്പം നൈറ്റിലൊക്കെ വിവാഹ സൽക്കാരങ്ങളിലൊക്കെ പോകുമ്പോൾ പലതരം ഫുഡ് ഉണ്ടാവും. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നത് ധാരാളം ഇഷ്ടം പോലെ നമ്മൾ ഫുഡ് കഴിക്കും രാത്രിയിൽ. പകല് കഴിക്കുന്നതിനേക്കാൾ കുറച്ചൊന്ന് മെസ്സേജ് ഇട്ടുണ്ട്. ഹലോ, പകല് ഭക്ഷണം ധാരാളം കഴിക്കുന്നതിനേക്കാൾ അപകടകരമാണ് രാത്രിയിലെ ഹെവി ഫുഡ്. കാരണം രാത്രിയിലെ ഹെവി ഫുഡ് കഴിച്ചാല് ഇത് ദഹിപ്പിക്കാനായിട്ട് ശരീരം അമിതമായ പ്രവർത്തനത്തിൽ ഏർപ്പെടും. അപ്പോ അത് ശരീരത്തിന് സ്വന്തം ഡാമേജിങ് വർക്ക് നടത്താനുള്ള ആ ഒരു അവസരത്തെ ഇല്ലാതാക്കും. അത് നമ്മുടെ ശരീരത്തെ രോഗഗ്രസ്തമാക്കും. ഇനി എന്താണ് ശരിക്കും ഹാര ഹാച്ചി ബു എന്ന് നമുക്ക് ഇക്കിഗായിയിൽ തന്നെ പറയുന്നത് വ്യക്തമായി നമുക്കൊന്ന് കേൾക്കാം. പോൾ സാറേ, നമുക്ക് ഹാര ഹാച്ചി ബുവിന്റെ ആ വീഡിയോ. വീഡിയോ പ്ലേ ആവുന്നില്ല കേട്ടോ. ആണോ? ഇല്ല, ഒട്ടും വരുന്നില്ല. ഇല്ല ഇല്ല. ജോസഫ് സാറിന്റെ കണക്ട് ആയോ? എനിക്കത് ഇങ്ങനെ കിട്ടിയിട്ടില്ല. എനിക്ക് തന്നോ? ഇല്ല ഇല്ല. സാറേ എന്നെ ഒന്ന് ഹോസ്റ്റ് ആവോ? ഞാൻ നോക്കട്ടെ. അടുത്ത ഇത് പറയാമോ? ഞാൻ എനിക്ക് അങ്ങോട്ട് അയച്ചിട്ട് കിട്ടിയിട്ടില്ല. അടുത്ത നമുക്കത് തീർച്ചയായിട്ടും. ഈ വയറിന്റെ 80% നിറഞ്ഞുവെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു മാർഗമില്ല അല്ലെ. സത്യമാണത്. നമ്മൾ എങ്ങനെ തിരിച്ചറിയും വയറിന്റെ 80% ആയെന്ന്? അതിന് അവര് തന്നെ പറഞ്ഞു തരുന്ന ഒരു മാർഗമുണ്ട്. അതായത് ഭക്ഷണം കഴിച്ച് നമ്മൾ കുറച്ചാവുമ്പോൾ നമുക്ക് ഇനിയും വേണം എന്നുള്ളൊരു തോന്നൽ വരും. ആ തോന്നൽ വരുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക എന്നുള്ളതാണ് 80% ആയി എന്ന് തോന്നാനുള്ള, അല്ലെ 80% ആയി എന്ന് ഉറപ്പാക്കാനുള്ള ഒരു വഴിയായിട്ട് അവർ പറയുന്നത്. പിന്നെ മറ്റൊന്ന്, ജാപ്പനീസ് ജനത, ഒക്കിനാവക്കാര് അവരുടെ ഭക്ഷണം ചെറിയ 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 പ്ലേറ്റുകളിലാണ് വിളമ്പുക. ഒരാള് ചിലപ്പോൾ 5 പ്ലേറ്റുകളൊക്കെ ഭക്ഷണം കഴിക്കും, പക്ഷെ ചെറിയ പ്ലേറ്റുകളായിരിക്കും. പ്രധാന ഭക്ഷണമായിട്ടുള്ള ഭക്ഷണം ഒരു സാമാന്യം വലിയൊരു പ്ലേറ്റ്, ബാക്കിയുള്ളതൊക്കെ ചെറിയ പ്ലേറ്റുകൾ. കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും അവര് തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികള്, പഴങ്ങള്, ആന്റി ഓക്സിഡന്റ് അടങ്ങിയ പഴങ്ങള്. അവരുടെ ഷിക്കുവാസ എന്ന് പറയുന്ന ഒരു പഴം നാരങ്ങ, ഓറഞ്ചിന്റെയും നാരങ്ങയുടെയും കൂടി ഒരു സമ്മിശ്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പഴമാണ്. ഇത് ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയ പഴമാണ്. അവരുടെ ഭക്ഷണത്തിൽ എപ്പോഴും പച്ചക്കറി വിഭവങ്ങൾ കൂടുതലാണ്. അതാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്ന ഒരു കാര്യം. നമ്മളൊക്കെ ഇപ്പോ പച്ചക്കറികള് കഴിക്കുന്നുണ്ട് നമ്മൾ, എന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയം മത്സ്യമാംസാദികളാണ് അല്ലെ. അപ്പോ ഈ മത്സ്യമാംസാദികൾ കഴിക്കുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത്, മാംസ്യം ദഹിപ്പിക്കാനായിട്ട് ശരീരം യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ യൂറിക് ആസിഡ് നമുക്ക് അസിഡിറ്റി തരും. ഈ അസിഡിറ്റിയാണ്
ഇന്ന് നമ്മൾക്ക് ഉണ്ടാകുന്ന എല്ലാ അസുഖങ്ങളുടെയും മൂല കാരണമെന്ന് ഞാൻ ഈ ഇക്കിഗായി വായിച്ചു കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ ഈ വീഡിയോ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഓർഗാനിക് ഫാമിങ്ങില് ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അതായത് പ്രകൃതിയുടെ ധർമ്മശാസ്ത്രം. ബ്രേക്ക് ആവുന്നുണ്ടോ സാറേ? ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ. ഓർഗാനിക് ഫാമിങ്ങില്, ഇക്കോളജിയില്, അതായത് പ്രകൃതിയുടെ ധർമ്മശാസ്ത്രത്തില് ഒരു ശാസ്ത്രമുണ്ട്. അതായത് ആയുർവേദ അല്ല, അലോപ്പതി അല്ല, ഹോമിയോപ്പതി അല്ല, സിദ്ധയല്ല, പ്രകൃതി ചികിത്സയല്ല, ഇതൊന്നും അല്ലാത്ത ഏറ്റവും ആദ്യത്തെ ഒറിജിൻ ആയിട്ടുള്ള ഒരു വൈദ്യം. ആ വൈദ്യം ശരിക്കും ബേസ് ചെയ്തിരിക്കുന്നത് പ്രകൃതിയിലെ ഔഷധ സസ്യങ്ങളെയാണ്, പ്രകൃതിയുടെ ഭക്ഷണത്തെയാണ്. ഈ ഭക്ഷണത്തെ ഉപയോഗിച്ച് വരുന്ന ശാസ്ത്രീയത കൊണ്ട് സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം, അലോപ്പതി ഡോക്ടേഴ്സ് വളരെ കുറവാണ്, പക്ഷെ ആയുർവേദിക് ഡോക്ടേഴ്സും ഹോമിയോപ്പതിക് ഡോക്ടേഴ്സും ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്ന് അവരുടെ അഡീഷണൽ നോളജിന് വേണ്ടി ഈ ഒരു ശാസ്ത്രം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ന്യൂറോപ്പതി അല്ല, ഇത് ശരിക്കും പ്രകൃതിയുടെ ധർമ്മശാസ്ത്രത്തിലെ വരുന്ന വൈദ്യശാസ്ത്രം എന്ന് മാത്രമേ പറയുന്നുള്ളൂ, പേരൊന്നും പറയുന്നില്ല. ഞാനിത് പലപ്പോഴും പലരോടും പറഞ്ഞു കൊടുക്കുമ്പോ എല്ലാവരും എന്നോട് പറഞ്ഞ പ്രകൃതി ചികിത്സയല്ലേ, ശ്രീനിവാസനെ കണ്ടോ അല്ലെങ്കിൽ അവരെ കണ്ടോ എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും അല്ല ഇത് ശരിക്കും ശാസ്ത്രീയമായതാണ്. കാരണം നമ്മുടെ കൺമുമ്പില് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളുമായിട്ട് വന്നവര് ഭക്ഷണത്തില് നിയന്ത്രണങ്ങൾ വരുത്തി വേണ്ട ഭക്ഷണങ്ങൾ ആഡ് ചെയ്ത് വന്നപ്പോ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയത് മനസ്സിലാക്കിയിട്ട് അലോപ്പതിക് ഡോക്ടേഴ്സ് അടക്കം ഇത്തരം രീതികൾ ഫോളോ ചെയ്യാനായിട്ട് അവരുടെ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി കണ്ടപ്പോ എനിക്കത് എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം എന്നിങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ ഏറ്റവും കൂടുതൽ ദീർഘായുസുള്ള ആളുകൾ 100 വയസ്സിന് മേലെ ഒരു ജീവിതശൈലി രോഗങ്ങളും ഇല്ലാതെ ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു ജനതയാണ് ജപ്പാനിലെ ഒക്കിനാവയിലുള്ളത്. അവരുടെ ആഹാരത്തില് അവര് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പറയുന്ന അവര് തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന പച്ചക്കറികളാണ്. അതായത് ആ പച്ചക്കറികള് ആൽക്കലൈൻ ആണ്. നമ്മുടെ ബോഡി അസിഡിറ്റി ആകുമ്പോഴാണ് ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ, നമുക്കറിയാം നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ നോൺ വെജ് ഒക്കെ കഴിച്ചാലേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നാണ് സത്യത്തിൽ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഹാരാ ഹാച്ചി ബു എന്നാൽ വയറിന്റെ 80% മാത്രം നിറയുന്ന തരത്തില് ഭക്ഷണം കഴിക്കുക. ഈ ഭക്ഷണത്തിനോടുള്ള നിയന്ത്രണം വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് കൂടുന്നുണ്ട്. ഭക്ഷണത്തെയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ആ ഒരു ഇത്തിരി കൂടി കഴിക്കണം എന്ന് പറയുന്ന ആ ഒരു ടെൻഡൻസിയെ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ അവിടെ തന്നെ നമുക്ക് നല്ലൊരു മൈൻഡ് പവറാണ് വരുന്നത്. ഇങ്ങനെ ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യുമ്പോൾ ഓക്സീകരണം കൂടുതൽ വേഗത്തിലാകും. അപ്പൊ അത് നമ്മുടെ ഹെൽത്തിന് ഗുണകരമാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു സത്യത്തിൽ ഞാൻ പ്ലേ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. ഇനിയിപ്പോ ഞാനൊരു കാര്യം ചെയ്യാം, ആ വീഡിയോസ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ഇനി ആർക്കെങ്കിലും കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുതരാം. അപ്പൊ അതാണ് ഹാരാ ഹാച്ചി ബു. ഇനി ഭക്ഷണത്തിലെ കലോറി നിയന്ത്രണം വരുത്തുന്നതിനെ കുറിച്ച് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരുപാട് ഭക്ഷണം ധാരാളം കഴിക്കുന്നതിനേക്കാൾ ശരിക്കും സൂപ്പർ ഫുഡ് കുറച്ച് കഴിച്ചാൽ മതി എന്നാണ് ജപ്പാൻ ജനത പറയുന്നത്. ഇത് വളരെ ഒരുപാട് പഠനങ്ങൾക്ക് വിധേയമായ ഒരു കാര്യം അല്ലെങ്കിൽ കൂടി അവരുടെ ഹെൽത്തുമായിട്ട് ആലോചിച്ച് നോക്കുമ്പോൾ ഇതും ഗുണകരമാണ് നമുക്ക്. സൂപ്പർ കലോറി കുറച്ച് ഭക്ഷണം. ഇനി അതിനപ്പുറത്തേക്ക് നമ്മുടെ ടോപ്പിക്കിനകത്ത് സാൻപിൻച എന്ന് പറയുന്നത്, സാൻപിൻച എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ ചായയാണ്. ഗ്രീൻ ടീയും മുല്ലപ്പൂവും കൂടി ചേർന്നുള്ളൊരു ചായ. ഗ്രീൻ ടീക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനകത്ത് മുല്ലപ്പൂ കൂടി ചേരുമ്പോൾ ഉള്ള ഗുണങ്ങള് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോ ഈ ഒരു ഭക്ഷണ രീതിയിലൂടെ അവർക്ക് കൈവന്നത് നമ്മുടെ കൺമുമ്പിലുള്ളപ്പോ അതിന്റെ ബിഹൈൻഡ് സയൻസ് ആണ് ഞാൻ സത്യത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് പറയുന്നതിന് മുമ്പായിട്ട് ഒരാളെ ശരിക്കും ഒന്ന് സ്മരിക്കാനായിട്ട്, ഇന്ന് അദ്ദേഹത്തിന്റെ 1 വർഷം, അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് 1 വർഷമായ ഒരു ദിവസമാണ്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നവാസ് അലി സാർ SIH ഒരു മെമ്പറാണ്, നമുക്കൊക്കെ അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം സത്യത്തില്
തിരുവനന്തപുരത്ത് ആൻഡോ സാറ് പറഞ്ഞതനുസരിച്ച് നമ്മുടെ മാജിക് പ്ലാനറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിന് പോയ അവിടെ വെച്ചാണ് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചത്. നമ്മുടെ ഇടയിൽ ഒരുപാട് കാണാറുണ്ട്. ഒരു അച്ഛൻ മകളുടെ വിവാഹത്തിനിടയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കുഴഞ്ഞു വീണു, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ളവരൊക്കെ കുഴഞ്ഞു വീണു. എന്താണ് കുഴഞ്ഞു വീണു? അത്രേ ഉള്ളൂ, നമ്മൾ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാറില്ല. ഈ കുഴഞ്ഞു വീഴലിന്റെ പിന്നില് ഉള്ള ആ ഒരു ശാസ്ത്രീയത ഇതാണ്, ഈ അസിഡിറ്റിയാണ്. അതായത് ഈ ശരീരം ശരിക്കും പറഞ്ഞാല് അസിഡിറ്റി വരുമ്പോ, ശരീരത്തിൽ അസിഡിറ്റി വരുമ്പോ അത് pH-ഉമായിട്ട് ബന്ധപ്പെട്ടതാണ്. pH പിന്നെ നമ്മുടെ ശരീരത്തിന് ഒരു pH ലെവലുണ്ട്, നമ്മുടെ ശരീരത്തിന് ബ്ലഡിന് ഒരു pH ലെവലുണ്ട്. pH-ന്റെ സ്കെയില് 7-ന് മുകളിൽ പോയാൽ അത് ആൽക്കലൈനും 7-ന് താഴേക്ക് വന്നാൽ അത് അസിഡിറ്റിയുമാണ്. 7 ന്യൂട്രലാണ്. നമ്മുടെ രക്തത്തിന്റെ pH 7.34-നും 7.45-നും ഇടയിലാണ്. രക്തത്തിന്റെ pH ഇതാണെങ്കിലും ഒട്ടുമിക്ക പേരിലും രക്തത്തിന്റെ pH എപ്പോഴും താഴേക്ക് അസിഡിറ്റിയിലേക്ക് പോകാറുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് എപ്പോഴും നമ്മുടെ രക്തത്തിന്റെ pH അസിഡിറ്റിയിലേക്ക് പോകാറുണ്ട്, 7-ൽ താഴോട്ട് പോകാറുണ്ട്. 7.34-ഉം 4.5-ഉം ആകേണ്ട സ്ഥിതിക്ക് 7-ൽ താഴെ പോയാൽ നമ്മൾ നമ്മൾ കുഴഞ്ഞു വീണ് മരിക്കും അപ്പൊ തന്നെ. പക്ഷേ നമ്മൾ കുഴഞ്ഞു വീണ് പലരും മരിക്കുന്നില്ല. അതിന് കാരണം ശരീരം ചില പ്രതിരോധ നടപടികൾ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ശരീരം എടുക്കുന്ന ഈ നടപടികളാണ് സത്യത്തിൽ നമുക്ക് മുമ്പിൽ വരുന്ന ഈ രോഗങ്ങൾ, നമ്മൾ കാണുന്ന ഈ രോഗങ്ങൾ, പ്രകടമായ ചെറുതും വലുതുമായ ഈ രോഗങ്ങളെല്ലാം ശരീരം എടുക്കുന്ന ആ നടപടികളുടെ സിംറ്റംസ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ശരീരം എടുക്കുന്നത് എന്താണ്? ശരീരം രക്തത്തില് pH ബാലൻസ് ചെയ്യാനായിട്ട് കാൽസ്യത്തെ വലിച്ചെടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് രക്തത്തിന്റെ pH ഇച്ചിരി കുറഞ്ഞു തുടങ്ങിയ അപ്പ ശരീരം പല്ലിൽ നിന്നാണ് കാൽസ്യം വലിച്ചെടുക്കുന്നത്. അപ്പൊ ഉമിനീര് അസിഡിക് ആവും. ഉമിനീര് അസിഡിക് ആവുമ്പോഴത്തേനും പല്ലിന് കേടും. അവിടെയാണ് തുടക്കം. ഇനി എല്ലിൽ നിന്ന് ഈ കാൽസ്യം വലിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലുമായിട്ട് ബന്ധപ്പെട്ട അസ്ഥി സംബന്ധമായിട്ടുള്ള നടുവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഇനി അതിനും അപ്പുറത്തേക്ക് ശരീരം ബ്ലഡിന്റെ pH കുറയുമ്പോഴത്തേനും തലച്ചോറിൽ നിന്ന് ക്ഷാരാംശം വലിച്ചെടുക്കും. അപ്പൊ നമുക്ക് ഓർമ്മക്കുറവ്, തലവേദന, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. ഇനി പാൻക്രിയാറ്റിക് സെല്ലിൽ നിന്നാണ് ക്ഷാരാംശം ശരീരം വലിച്ചെടുക്കുന്നത്. നമുക്ക് പിന്നെ ഷുഗർ ഉണ്ടാവും. ഇനി കണ്ണുനീരിൽ നിന്നാണ് ശരീരം ഈ ഒരു അസിഡിറ്റി ബാലൻസ് ചെയ്യാനായിട്ട് ക്ഷാരാംശം വലിച്ചെടുക്കുന്നതെങ്കിൽ കണ്ണുനീര് അസിഡിക് ആവുമ്പോഴത്തേനും കണ്ണിലെ രക്തക്കുഴലുകൾ ചുരുങ്ങും, കണ്ണിന് ചൊറിച്ചിലുണ്ടാവും, കണ്ണില് പ്രഷർ വർദ്ധിക്കും. അങ്ങനെ കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ. ഇനി ത്വക്കിന് അപ്പൊ നമ്മൾക്ക് മൊത്തത്തിൽ അസിഡിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ത്വക്ക് എപ്പോഴും വരണ്ട് വരും, അല്ലെങ്കിൽ വിയർപ്പ് അസിഡിക് ആയിട്ട് ഉപ്പ് വല്ലാതെ കിനിഞ്ഞു വരും. സാധാരണ നമ്മുടെ വിയർപ്പില് ഉപ്പുണ്ട്, പക്ഷെ അതിനേക്കാളും അതായിട്ട് വിയർപ്പില് ഉപ്പ് പനിച്ചു വരിക അല്ലെങ്കിൽ കിനിഞ്ഞു വരുന്ന ഒരവസ്ഥ വരും. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്ന് പിന്നെ നമ്മുടെ കോശങ്ങളിൽ നിന്ന് ഈ പറയുന്ന പോലെ ക്ഷാരാംശം വലിച്ചെടുക്കും. കോശങ്ങളിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ കോശങ്ങൾ വരണ്ടുണങ്ങും. എന്നിട്ട് ത്വക്കിന് ഇടയിലുള്ള ഈ കൊളാജൻ എന്ന് പറയുന്ന ഒരു അതിനിടയിലുള്ള ഒരു ബയോസിമെന്റ് ആണ്. ഈ കൊളാജൻ നശിച്ചു പോവുകയും സൊറിയാസിസ് നമുക്ക് വരികയും ചെയ്യും. ഇനി ഈ ത്വക്കിന് ഇത് സംഭവിക്കുമ്പോഴത്തേനും ഈ അസിഡിറ്റിയെ അത് ഈ ത്വക്കിന് ഇടയിലേക്ക് തള്ളിവിടും. ഈ തള്ളിവിടുമ്പോഴാണ് നമുക്ക് ഈ സന്ധിവേദന പ്രശ്നങ്ങൾ ഒക്കെ വരുന്നത്. ജോയിന്റ്സിൽ നീര്, സന്ധിവേദന പ്രശ്നങ്ങളൊക്കെ. ഇനി എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്, സാറ് എപ്പോഴും പറയുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുന്നത്, നമ്മൾ അത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ശ്രീ KV ദയാൽ എന്ന് പറയുന്ന ഒരു സാറുണ്ട്. അതായത് 37 വർഷമായിട്ട് ഈ ഓർഗാനിക് ഫാമിംഗ് ഈ രംഗത്ത് റിസർച്ചും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാറാണ്. ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഇതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി. അതിന്റെ 16th ബാച്ചിലാണ് ഞാൻ സർട്ടിഫിക്കറ്റ് കോഴ്സും ഇപ്പൊ ഡിപ്ലോമ കോഴ്സും പൂർത്തിയായി. ഇനി ഒരു ഹയർ കോഴ്സ് കൂടിയുണ്ട്. അപ്പൊ അതിന്റെ കീഴിലുള്ള ഡിഗ്രി കോഴ്സുകളിലൊക്കെ ഈ ഒരു ഇത് കൂടി പഠിപ്പിക്കാനായിട്ട് അവിടുന്ന് തീരുമാനം എടുത്തിട്ട് കാർഷിക സർവകലാശാലകൾ ഇതിനൊരു നടപടിയും എടുക്കാതെ ഇപ്പം ഓർഗാനിക് ഫാമിംഗ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എനിക്ക് പറഞ്ഞു തന്ന സാർ എപ്പോഴും പറയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്, അസിഡിക് സെൽ ഇൻ ആൻ അസിഡിക് സിറ്റുവേഷൻ ലീഡ്സ് ടു ക്യാൻസർ. എപ്പോഴും പറയുന്ന ഒരു ഇതാണ്. കാരണം അസിഡിക് സെൽസ് ആണ് അസിഡിക് സിറ്റുവേഷനിൽ ക്യാൻസറിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
അസിഡിറ്റിയോട് കൂടിയ രക്തം രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോഴത്തേനും രക്തക്കുഴലുകളുടെ ഭിത്തിക്ക് തേയ്മാനം സംഭവിക്കുമ്പോൾ ശരീരം എന്ത് ചെയ്യും? ലിവർ എന്ത് ചെയ്യും? കൊളസ്ട്രോൾ നിർമ്മിച്ച് അവിടെയൊക്കെ പൊത്തിവെച്ച് അത് അടയ്ക്കാൻ നോക്കും. അപ്പൊ നമുക്ക് കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ വരും. പിന്നെ അല്ലെങ്കിൽ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വരും, ഹാർട്ട് പ്രശ്നം വരും. ശരീരം നമ്മളെ രക്ഷിക്കാൻ, നമ്മളെ മരിക്കാതെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശരീരം എടുക്കുന്ന നടപടികളാണ് സത്യത്തിൽ രോഗങ്ങളായിട്ട് മാറുന്നത്. ഇനി മജ്ജയാണ് നമുക്ക് രക്തം ഉണ്ടാക്കുന്നത്. ഇപ്പൊ മജ്ജ അസിഡിറ്റി ആവുമ്പോഴത്തേനും തലച്ചോറ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ. ഇനി നമുക്ക് ഈ അസിഡിറ്റി ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും ഓപ്പറേഷനുകളൊക്കെ നടക്കുമ്പോൾ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഈ pH ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റ് നമ്മുടെ ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നുള്ളൂ. അത് തന്നെ അപൂർവങ്ങളാണ്. അല്ലാതെ സാധാരണ മനുഷ്യരിൽ ആരിലും ഇങ്ങനെ ഒരു pH ടെസ്റ്റ് നടത്താറില്ല. ഈ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമുക്ക്. അപ്പൊ നമ്മൾ എങ്ങനെ തിരിച്ചറിയും നമ്മുടെ അസിഡിറ്റി ഉള്ള ആളാണ് അല്ല ആൽക്കലൈൻ ഉള്ള ആളാണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതിന് ഒരു വഴിയുണ്ട്. കഴുത്തിന് മുകളിലേക്കും കഴുത്തിന് താഴേക്കും വരുന്ന ചില രോഗങ്ങളുടെ സിംറ്റംസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ അസിഡിക് ആയ പേഴ്സൺ ആണോ അല്ലെങ്കിൽ അസിഡിറ്റി ഇല്ലാത്ത ഒരാളാണോ എന്ന് നമുക്ക് മനസ്സിലാവും. അത് കഴുത്തിന് പിന്നെ താഴേക്ക് നമുക്ക് എന്താ അസുഖങ്ങൾ വെച്ചാൽ മലബന്ധം ഉണ്ടാവും. നമുക്ക് ശരിക്കും എന്താ പോകുന്നുണ്ടാവും, മോഷൻ ക്ലിയർ ആവും, പക്ഷെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടാവില്ല. ഒരു പിടുത്തം വരും. ചിലപ്പോൾ ഒരു ദിവസം 1 2 പ്രാവശ്യമൊക്കെ പോയാൽ ഒരു സുഖമാവില്ല. അതാണ് മലബന്ധം. ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പോവാത്തൊരവസ്ഥ വരും. അപ്പൊ ഈ അസിഡിറ്റി ഉണ്ടെങ്കിൽ മലബന്ധം ഉണ്ട്. മലബന്ധം ഉണ്ടെങ്കിൽ വരുന്നത് സൈനസ് ബ്ലോക്ക് ആവും. ഈ സൈനസ് ഈ ഭാഗത്ത് നമ്മുടെ കണ്ണിന്റെ, മൂക്കിന്റെ, ചെവിയുടെ, തലച്ചോറിന്റെ ഒക്കെ വേസ്റ്റ് പോകുന്ന സ്ഥലമാണ് ഈ സൈനസ്. മൂക്കിലൂടെ ഇരിച്ചാണത് പോകുന്നത്. ഈ സൈനസ് ബ്ലോക്ക് ആകുമ്പോൾ നമുക്ക് തലവേദന, മൈഗ്രെയിൻ പ്രശ്നങ്ങളെല്ലാം വരും. അപ്പോ ഈ മലബന്ധം ഇവിടെ മെയിൻ നമ്മുടെ ശരീരം ഒരു യന്ത്രമാണ്. അതിലേക്ക് ഇന്ധനം ഇടുമ്പോൾ അത് ഉപയോഗിച്ച് അത് പുറത്തേക്ക് കളയുന്ന ഫസ്റ്റ് വേസ്റ്റ് എന്ന് പറയുന്നത് മലത്തിലൂടെയാണ്. അപ്പൊ അത് പോകാതിരിക്കുമ്പോൾ അടുത്ത വേസ്റ്റ് ബ്ലോക്കിന്റെ അവസ്ഥയ്ക്ക് വരും. ഇനി പിന്നെ പൈൽസ്, ഫിസ്റ്റുല, കാൽമുട്ടിന് താഴെ കറുപ്പ്, വെരിക്കോസ് വെയിൻ, അതുപോലെ നടുവേദന, മുതുക് വേദന, കുഴിനഖം, നെഞ്ചരിച്ചില്, കുളിച്ചു തകിട്ടല്, വിയർക്കുമ്പോൾ വല്ലാതെ ഉപ്പ് വരിക, ഇതൊക്കെയാണ് കഴുത്തിന് താഴേക്ക് നമുക്ക് അസിഡിറ്റി ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്. ഇനി കഴുത്തിന് മുകളിലേക്ക് നമ്മൾ അസിഡിറ്റി ആണ് എന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാനായിട്ട് തലവേദന, അത് നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഈ തലവേദന വരുന്ന ഈ സൈനസ് ബ്ലോക്ക് ആവുക, സൈനസൈറ്റിസ് അത് ഇത് തന്നെ, മൈഗ്രെയിൻ അത് മറ്റൊരു ഇത്. പിന്നെ അലർജി, തുമ്മൽ, ചെവി വേദന, ചെവിയിലെ പഴുപ്പ്, കണ്ണിന് ചൊറിച്ചില്, കൺകുരു, താരൻ, അകാലനര, മുടികൊഴിച്ചില്, ഓർമ്മക്കുറവ്, അങ്ങനെ ഒരു പരമ്പര തന്നെ നമുക്ക് ഉണ്ടാവും. ഈ അസുഖങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ അസിഡിറ്റിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് അവസാനം ചെന്നെത്തുന്നത് എവിടേക്കാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ സത്യത്തിൽ നമ്മുടെ ഭക്ഷണമാണ് നമുക്ക് അസിഡിറ്റി പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ ഭക്ഷണം നല്ലതാണെങ്കിൽ, പ്രകൃതി ചികിത്സക്കാർ പറയുന്ന ഒരു സാധനം അതാണ്. പക്ഷെ ഇത് പൂർണ്ണമായും ഞാൻ പറയുന്നത് പ്രകൃതി ചികിത്സയുമായിട്ട് അങ്ങനെ അത്രയും റിലേറ്റഡ് അല്ല. ഇത് ബേസിക് ഇക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. അപ്പോ അപ്പൊ ഇതൊക്കെ നമുക്ക് തിരിച്ചറിഞ്ഞു. ഇതിനുള്ളൊരു പരിഹാരം എന്താണ്? ആ പരിഹാരമാണ് സത്യത്തിൽ ഇക്കിഗായി ഫോളോ ചെയ്യുന്ന ജാപ്പനീസ് ജനത നമുക്ക് മുമ്പിൽ ചെയ്ത് കാണിച്ചത്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കണക്ഷൻ ഇവർ തമ്മിൽ, ഞാൻ ഇവിടെ പഠിച്ച ശാസ്ത്രവും അവരവിടെ ഫോളോ ചെയ്തതും തമ്മിലുള്ള കണക്ഷനാണ് എന്നെ ആകർഷിച്ചതും. അങ്ങനെ അതാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം സിമ്പിൾ ആണ്, എന്നാൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ എനിക്കിത് പറയാനുള്ള ക്രെഡിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാല്, ഞാൻ കുറച്ചധികം നാളുകളായിട്ട്, എനിക്ക് തുടക്കത്തില് വിവാഹത്തിന് ശേഷം ഒരു 2-3 വർഷത്തോളം വല്ലാതെ മൈഗ്രെയിൻ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ കഴിച്ചിരുന്ന ഭക്ഷണത്തിന്റെ ആണ് ഇത് വന്നിരുന്നത്. പിൽക്കാലത്ത് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കിയപ്പോൾ കിട്ടിയ ഹെൽത്ത്, പിന്നെ അലോപ്പതി മെഡിസിൻസ് ഒഴിവാക്കിക്കൊണ്ട് ഇപ്പൊ ഒരു 10 വർഷത്തിന് മേലെയായി പോകുന്ന ആ ഒരു രീതി, ഭക്ഷണം നന്നായിട്ട് ആണെങ്കിൽ ഒരു മെഡിസിനും വേണ്ടാത്ത രീതിയിലേക്ക് നമുക്ക് നമ്മളെ പരുവപ്പെടുത്താൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും അലോപ്പതിക്ക് എതിരല്ല, അവരുടെ ശാസ്ത്രത്തിന്റെ മുന്നേറ്റങ്ങൾക്കൊന്നും എതിരല്ല. കാരണം ഇന്ന് നമുക്ക് അതെല്ലാം വേണം, ഐഡന്റിഫൈ ചെയ്യാൻ ഇതെല്ലാം വേണമെന്നിരിക്കെ അമിതമായി ഈ രോഗങ്ങൾക്ക് അമിതമായി മെഡിസിൻ കഴിച്ചിട്ടുണ്ടാവുന്ന സൈഡ് എഫക്റ്റുകൾ ഇന്ന് നമുക്ക് മുമ്പിൽ കാണുമ്പോൾ നാം നമ്മളുടെ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന് മറ്റെന്തെങ്കിലും അറിവുകൾ ഉണ്ടെങ്കിൽ അത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് എടുക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലായപ്പോഴാണ് ഇത് എനിക്ക്
അറിയാവുന്നവരിലേക്കൊക്കെ പകരാനായിട്ട് എനിക്ക് ഒരു ഉള്ളിലൊരു തോന്നലുണ്ടായതും അങ്ങനെ ഈ തമ്മിൽ കണക്ട് ചെയ്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. പിന്നെ ഇതിനുള്ളൊരു പരിഹാരമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇക്കിഗായി ഫോളോ ചെയ്ത അവര് നമുക്ക് മുമ്പിൽ ഇതൊന്നും അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന ഒരു കാര്യമുണ്ട്. അതായത് എപ്പോഴും നമ്മൾ അസിഡിറ്റി മാറ്റാൻ ആൽക്കലൈൻ ജ്യൂസ്, ആൽക്കലൈൻ കഴിക്കുക. ആൽക്കലൈൻ എന്ന് വെച്ചാൽ പച്ചക്കറി, ഫ്രൂട്ട്സ് ആണ്. അപ്പോ ഈ അത്തരം പച്ചക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. എന്നിട്ട് നമ്മുടെ pH ന്യൂട്രൽ ചെയ്യുക, 7ലേക്ക് കൊണ്ടുവരിക. 7ൽ താഴെ പോകുന്നതിനെ 7ലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തോളൂ. ഇനി അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ആ ഒരു പച്ചക്കറികൾ? ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് കഴിക്കാം, ഒരു വിഷയങ്ങളില്ല. എന്നാൽ പച്ചക്കറികൾ അത് ഏതൊക്കെയാണ്? തണ്ണിമത്തൻ. തണ്ണിമത്തൻ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. ഇപ്പൊ മഞ്ഞ നിറത്തിലൊക്കെ വരുന്നുണ്ട്. ആ തണ്ണിമത്തൻ ഒരു നല്ല ആൽക്കലൈൻ ജ്യൂസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, വെറുതെ കഴിക്കാം. കുമ്പളങ്ങയ്ക്ക് ഒരു ദോഷമുണ്ട്. കുമ്പളങ്ങ ഓവർ ആൽക്കലൈൻ ആണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ കഴിച്ചാൽ നമുക്ക് കുറച്ച് പ്രശ്നം വരും. അപ്പൊ അത് പകുതി വെള്ളം ചേർത്തിട്ട് കഴിക്കാനാ പറയുന്നത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആൽക്കലൈൻ ആയി പോയാൽ നമുക്കത് അകാല നരയൊക്കെ വല്ലാത്ത പ്രശ്നങ്ങൾ വേറെ വരും. പടവലങ്ങ, കോവയ്ക്ക, പീച്ചിങ്ങ, പേരക്ക, മത്തങ്ങ ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തില് പച്ചക്കറികളിൽ കൂടുതൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ബോഡി ആൽക്കലൈൻ ആയിട്ട് മാറും. ബാക്കി ഫ്രൂട്ട്സുകളെല്ലാം തന്നെ നമുക്ക് കഴിക്കാവുന്ന. പിന്നെ നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. കാരണം നമുക്ക് കുറച്ച് നോൺ വെജ് ഒന്നും ഇല്ലാതെ നമുക്ക് ഭക്ഷണം പറ്റാത്തൊരവസ്ഥയുണ്ട്. നമുക്കെന്ന് പറയുമ്പോൾ ഞാനങ്ങനെ അല്ല കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാല് മത്സ്യമാംസാദികൾ ഒരു 14 വർഷം മുമ്പ് ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ ഒരു 4-5 വർഷമായിട്ട് മത്സ്യം മാത്രം കഴിക്കുന്നുണ്ട്. അത് വല്ലപ്പോഴും. മാംസം പൂർണ്ണമായി ഉപേക്ഷിച്ചു. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറെ ഹെൽത്തിന് കുറേ അധികം ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളുടെ ഇഷ്ടമാണ്, നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് കഴിക്കാം. പക്ഷെ കഴിച്ചു കഴിഞ്ഞിട്ട് 3.5 മണിക്കൂറിന് ശേഷം കുക്കുംബറിന്റെ ജ്യൂസോ അല്ലെങ്കിൽ തണ്ണിമത്തൻ ജ്യൂസോ നമ്മൾ കഴിച്ചാൽ മതി. ആ അസിഡിറ്റി ഫോം ചെയ്ത് വന്നിട്ട് യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് വന്ന അസിഡിറ്റി ആയത് നമുക്ക് ബോഡിയെ ആൽക്കലൈൻ ആക്കാൻ പറ്റും. അപ്പോ നല്ല അസിഡിറ്റി ഉള്ളവര്, ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ ഉള്ളവര് പ്രഭാതത്തിൽ ഉണരുമ്പോഴേ വെറും വയറ്റില് കുക്കുംബർ ജ്യൂസ്, പടവലങ്ങ ജ്യൂസ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. തണ്ണിമത്തനും ഒരു പരിധി വരെ സഹായിക്കും. ഏറ്റവും നന്നായിട്ട് കുക്കുംബറിന്റെ ജ്യൂസാണ് ബോഡിയെ അപ്പൊ തന്നെ ആൽക്കലൈനിലേക്ക് കൊണ്ടുവരുന്ന, ഓവറുമല്ല. പിന്നെ ഉച്ചയ്ക്കൊക്കെ നമുക്ക് ഈ കുക്കുംബർ അല്ലാതെ വെറുതെ കടിച്ച് ചവച്ച് കഴിക്കുന്നത് നല്ലതാണ്. രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ കഴിക്കുന്നത് നല്ലതാണ്. വല്ലാതെ നമ്മൾ മാംസം കഴിച്ചിട്ടുണ്ട് എങ്കിൽ 3.5 മണിക്കൂറിന് ശേഷമാണ് അത് യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് ശരീരത്തിന്റെ ആസിഡിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് നമുക്ക് ആൽക്കലൈൻ ആയിട്ടുള്ള ജ്യൂസ് വർഗ്ഗങ്ങളോ അതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്നൊരു കോയിൻസിഡൻസ് പോലെ ഞാനിത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു പരിശീലക എന്നുള്ള നിലയിൽ എനിക്ക് സന്തോഷം കിട്ടുന്നത് കൃഷി പരിശീലക എന്നുള്ള രീതിയിൽ പോകുമ്പോഴാണ്. അത് ഓഫ്ലൈൻ ആണ്. ഓഫ്ലൈൻ മീറ്റിങ്ങുകളിൽ പോകുമ്പോൾ എനിക്ക് അവരുടെ അടുത്ത് നമ്മുടെ ഈ രാസവളങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുണ്ടാവുന്ന മണ്ണിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ പറയുന്നു. ആ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ മണ്ണ് അസിഡിറ്റിയിലേക്ക് പോകും. അസിഡിറ്റിയിൽ ഉണ്ടാവുന്ന ഭക്ഷണത്തിലെ ഹെവി മെറ്റൽസ് ആയിരിക്കും. ഈ ഹെവി മെറ്റൽസ് ഫുഡിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ നമുക്കത് പ്രശ്നമായി, നമുക്ക് ക്യാൻസർ അടക്കം വളരെയധികം രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് പറയുന്ന കൂട്ടത്തിൽ അവരോട് ഹെൽത്തിന്റെ കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം അവിടെ സത്യത്തില് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട്, ഇത്രയും പറഞ്ഞു കൊടുക്കാനായിട്ട് അവിടെ ആരും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് നമ്മൾക്ക് അറിയാം, നമ്മൾക്ക് ഒരു അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കാർഷിക സർവകലാശാലകളുണ്ട്. പക്ഷെ അവരാരും ഈ ഹെൽത്ത്, ഈ ഭക്ഷണവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയാനോ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കരുതെന്ന് പറയാനോ ആരും തയ്യാറായി മുന്നോട്ട് വരുന്നില്ല. ഒരിക്കലും ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നപ്പോ ഇതിനെക്കുറിച്ച് പ്രചരണാർത്ഥം ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോ നമ്മുടെ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടില് ഒരു 1500 ഏക്കറോളം കൃഷിഭൂമി ഒരുമിച്ച് കിടക്കുന്നുണ്ട്. പോയിട്ട് പലരോടും ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് 1-2 പേര് പറഞ്ഞു തന്നത്, നീ ഇവിടെ നിന്നിട്ട് അധികം പറയണ്ട, കാരണം അവരുടെ ലോബി അത്ര ശക്തമാണ്, ഇതിന്റെ പൊടി പോലും ഉണ്ടാവില്ല. കാരണം രാസവള കമ്പനികൾ ഉണ്ടാക്കുന്ന കോടികളുടെ ബിസിനസ്സിന് പ്രശ്നം വരും. അത് ചിലപ്പോൾ ഒരുപക്ഷെ അതിൽ ഓഹരി ഈ പറയുന്ന ആളുകളിലേക്കൊക്കെ എത്തുന്നുണ്ടാവാം, അറിയില്ല, അതിന്റെ വാസ്തവം അറിയില്ല. എന്നാലും നമ്മുടെ ഊഹമാണ്. അപ്പൊ നമ്മുടെ ഭക്ഷണം സത്യത്തിൽ എത്ര പ്രാധാന്യമുള്ളതാണ്, ആ ഭക്ഷണം ഉണ്ടാക്കുന്ന മണ്ണ് എത്ര പ്രാധാന്യമുള്ളതാണ്, ആ മണ്ണിലെ
വെള്ളത്തിന് എത്ര പ്രാധാന്യമുണ്ട് എന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഭക്ഷണത്തിൽ വിഷം കലർത്തില്ല. ഒരു വളരെയധികം വിഷം ശരീരത്ത് വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മൂർഖൻ പാമ്പ് പോലും വെള്ളത്തില് വിഷം കലർത്തുന്നില്ല. അതാ വിഷത്തെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മനുഷ്യന്റെ ഭക്ഷണത്തില്, വെള്ളത്തില്, വായുവിലൊക്കെ വിഷം കലർത്തി മനുഷ്യരാശിക്കും മറ്റു പ്രകൃതിയിലുള്ള മറ്റു ജീവജാലങ്ങൾക്കും ഒക്കെ കുഴപ്പക്കാരനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയില് നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ മരുന്ന്. ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ, അതിന്റെ അളവ് നിയന്ത്രിക്കുക, അതെന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, അത് നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തില് ആരോഗ്യം പരിതാപകരമായിട്ട് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, മെഡ്സിറ്റികളൊക്കെ ഇങ്ങനെ ഉയർന്നുയർന്ന് കേരളത്തിൽ വരില്ല. അപ്പോ ആരോഗ്യമുള്ള ദീർഘായുസുള്ള ജനത എന്ത് കഴിക്കുന്നു, എന്ത് കുടിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇക്കിഗായി എന്ന പുസ്തകം ഞാൻ പഠിച്ചപ്പോ, വായിച്ചപ്പോ, വീഡിയോ ബുക്ക് ആക്കിയപ്പോ എനിക്ക് മനസ്സിലായപ്പോ അതിന് നമ്മുടെ ഭാരതത്തിന്റെ ഈ പറയുന്ന പ്രകൃതിയുടെ ധർമ്മശാസ്ത്രം, ഇക്കോളജിയുമായിട്ട് ബന്ധമുണ്ട്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തില് രക്തത്തില് ചുവന്ന രക്താണുക്കളുണ്ട് അല്ലെ, അവർക്ക് അറിയില്ല അതൊരു മനുഷ്യന്റെ, ഒരു ജീവിയുടെ ഉള്ളിലെ ബ്ലഡിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് അവർക്കറിയില്ല. അവരൊരൊറ്റ ജീവിയാണെന്നുള്ള അഹങ്കാരത്തിൽ ജീവിക്കുന്നത് പോലെ നമ്മൾ മനുഷ്യരും നമ്മളൊരൊറ്റ ജീവിയാണ് എന്നുള്ളൊരു ഈഗോയിൽ നമ്മൾ ജീവിക്കും. പക്ഷെ സത്യത്തില് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മള് ഈ പറയുന്ന ചുവന്ന രക്താണുക്കളെ പോലെയുള്ള ഒരു കോടാനുകോടി ജീവജാലങ്ങളിൽ ഒരു അണുവായിട്ടുള്ള ഒരു ജീവി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ആളുടെ ശരീരത്തിലാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാല് പ്രപഞ്ച മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങളിൽ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു പാർട്ടാണ് മനുഷ്യനടക്കമുള്ള ഈ ജീവജാലങ്ങളെല്ലാം. ഈ ഒരു സസ്യലതാദികളും മറ്റ് ജന്തുജാലങ്ങളും നമ്മളും എല്ലാം. അപ്പൊ ആ പ്രപഞ്ചവുമായിട്ടുള്ള നമ്മുടെ കണക്ഷനാണ് സത്യത്തിൽ ഇക്കോളജിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മള് ബുദ്ധിവികാസം സംഭവിച്ച ജീവികളാണ് നമ്മൾ. അപ്പൊ ആ നമ്മുടെ ഹെൽത്ത് സംരക്ഷിക്കണം, പ്രകൃതിയുടെ ഹെൽത്ത് സംരക്ഷിക്കണം, മറ്റ് ജീവജാലങ്ങളുടെ ഹെൽത്തും സംരക്ഷിക്കേണ്ടവരാണ് നമ്മളെങ്കിലും നമ്മൾ ഇന്ന് എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് അടുത്ത തലമുറയെ സ്വീറ്റ്സ്, ശരിയാണ്, ഞാൻ ഇക്കിഗായിലെ ഭക്ഷണക്രമത്തെ കുറിച്ച് പറയുമ്പോൾ സ്വീറ്റ്സും കൂടി വരുന്നുണ്ട്. അവര് ഏറ്റവും കുറച്ച് ഉപ്പും ഏറ്റവും കുറച്ച് മധുരവും കഴിക്കുന്നവരാണ് ജപ്പാനിലെ ഒക്കിനാവയിലുള്ള ജനങ്ങള്. അവര് മധുരം വളരെ കുറവ്, ഉപ്പ് 10 ഗ്രാമിൽ കുറച്ച് ഉപ്പാണ് അവർ കഴിക്കുന്നത്. ഈ മധുരം അവർ കഴിച്ചെങ്കിൽ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ കരിമ്പിൻ ജ്യൂസ് ആണ്. കരിമ്പിന് ഒരു പ്രത്യേകതയുണ്ട്. കരിമ്പിന് നമ്മുടെ ബോഡി ആൽക്കലൈൻ ആക്കാൻ പറ്റും. അതുപോലെ അർബുദത്തെ തടയാനുള്ള കരിമ്പിന്റെ സവിശേഷതകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പല സ്ഥലങ്ങളിലും. നമുക്കൊക്കെ ഇതൊക്കെ ഫോളോ ചെയ്യാം. കാരണം നമ്മൾ വാഹനങ്ങൾ ഓടിച്ചു പോകുമ്പോൾ റോഡ് സൈഡുകളിലൊക്കെ ധാരാളം കരിമ്പ് വെച്ച് ജ്യൂസ് ഉണ്ടാക്കുന്ന ചെറിയ ഇത് മെഷീൻസുമായിട്ട് ആളുകൾ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ. അവിടെ നാരങ്ങയും ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ടും ചെയ്യും, അതല്ലാതെയും ചെയ്യും. ഞങ്ങൾ അത് ചേർക്കാതെ തന്നെ കരിമ്പ് കാണുന്നിടത്തു നിന്നൊക്കെ വാങ്ങി കുടിക്കാറുണ്ട്. അപ്പം അതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഒരിക്കലും ഷുഗർ ലെവൽ കൂടത്തൊന്നുമില്ല കരിമ്പ് ജ്യൂസ് കഴിച്ച്. അങ്ങനെ കൂടിയാലും അത് ആ ഒരു ദിവസത്തിന്റെ ബാലൻസിൽ താഴുകയാണ് ചെയ്യുന്നത്. ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടാവുന്ന ഷുഗർ ലെവല് ആ ദിവസത്തിന്റെ ഇതിൽ താഴും. പക്ഷെ ഈ പാൻക്രിയാറ്റിക് സെല്ലിൽ നിന്ന് ക്ഷാരാംശം വലിച്ചെടുക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഈ പറയുന്ന ഷുഗർ ലെവല് അത് ഉയരുക തന്നെ ചെയ്യും. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ വെബിനാറുകള് സാറിന്റെ ഇതില് ഗ്രീൻ സിഗ്നേച്ചർ ഓർഗാനിക്സിന്റെ കീഴില് ദയാൽ സാറിനെ വെച്ചുകൊണ്ട് നടത്തുന്നുണ്ട്, വർഷങ്ങളായിട്ട് നടത്തുന്നുണ്ട്. അതിന്റെ വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. KV ദയാലിനോ ഗ്രീൻ സിഗ്നേച്ചർ ഓർഗാനിക്സ് എന്നോ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കത് കാണാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഫാറ്റി ലിവർ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിസ്സാരമായിട്ട് നമ്മുടെ പ്രകൃതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഔഷധങ്ങള്, എല്ലാം ഔഷധങ്ങളാണ്, അത് കഴിച്ചാല് നിസ്സാരമായിട്ട് അധികം പൈസ മുടക്കാതെ അത് മാറി വരുന്ന ഒരു കാഴ്ച നമുക്ക് കൺമുമ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ ശരിക്കും പറയാൻ ആഗ്രഹിച്ച കാര്യം. ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ശരിക്കും നമ്മളെ കണ്ണു തുറപ്പിച്ചത് ഇക്കിഗായി ജപ്പാൻ ജനതയാണ് കണ്ണു തുറപ്പിച്ചത്. അതിന് പക്ഷെ നമ്മുടെ ഭാരതവുമായിട്ടുള്ള കണക്ഷൻ എനിക്ക് ഈ ഒരു ഇക്കോളജി പഠിച്ചപ്പോഴാണ് മനസ്സിലായത്.
അപ്പൊ നമുക്ക് നല്ലതെന്തും നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണല്ലോ. ഒരിക്കലും ഒരു ശാസ്ത്രശാഖയെ അല്ലെങ്കിൽ അലോപ്പതി മെഡിസിനെ ഒന്നും നമ്മൾ എതിർക്കുന്നില്ല. അത് ചെയ്ത ഉപകാരങ്ങൾ ഒരുപാട് വലുതാണ്. പക്ഷെ അപ്പോഴും അനാവശ്യമായിട്ട് മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് ഇന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. കിഡ്നി ഡാമേജ് ആവുക, അല്ലെ ലിവർ പ്രശ്നം വരിക, ഒരുപാട് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്സ് അത് കഴിക്കുന്നത് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. നമ്മൾക്ക് മിതമായി നമ്മുടെ ആവശ്യത്തിന് മരുന്നുകൾ കഴിച്ചുകൊണ്ട്, മിതമായി കഴിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യം ഭക്ഷണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരിക്കലും ആ ഒരു ശാസ്ത്രശാഖയ്ക്ക് എതിരല്ല. സിവിയർ ആയിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് അവരുടെ മരുന്നുകൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതോടൊപ്പം തന്നെ അവരുടെ ഭക്ഷണത്തിൽ വരുത്തുന്ന നിയന്ത്രണങ്ങൾ കൊണ്ട് അവർക്ക് ആരോഗ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്റെ അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എനിക്കത് പറഞ്ഞുതരാൻ പറ്റും. അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു തരികയോ വീഡിയോസ് നിങ്ങൾക്കായിട്ട് ഇട്ടു തരികയോ ഒക്കെ ചെയ്യാം. പിന്നെ ഇത് ഈ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകം ആയതുകൊണ്ടാണ് ആദ്യമായിട്ട് ഞാൻ ഇക്കിഗായി എന്ന പുസ്തകം തന്നെ വീഡിയോ ബുക്ക് ആക്കിയത്. ഇതിനോടൊപ്പം എന്റെ കൂട്ടത്തിൽ സഹകരിക്കുന്ന രഞ്ജിത നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഇത് എന്താ പറയുന്ന ഒരുപാട് പുസ്തകങ്ങൾ ഈ രംഗത്ത് ഇങ്ങനെ വീഡിയോ ബുക്കാക്കിയും ഓഡിയോ ബുക്കാക്കിയും കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ഏകദേശം എന്റെ ക്ലാസ് ഇത്രയും ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത MC ആയിട്ടുള്ള സൈജു സാറ്, അതുപോലെ തന്നെ ജോസഫ് സാറ്, നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ജോസഫ് സാറ്, ട്രഷറർ പോൾ പടയാട്ടി സാറ്, സെക്രട്ടറി ഫാസിൽ സാറ്, സഹയാത്രികയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ തഹസീൻ മാം, എന്റെ ഉറ്റ സുഹൃത്തുക്കളായിട്ടുള്ള പോൾ പടയാട്ടി സാറ്, അതുപോലെ കോർഡിനേറ്റർ ആയിട്ടുള്ള ചന്ദ്രകല മാം, മറ്റ് വിശിഷ്ട ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇങ്ങനെ ഒരു അവസരം ഇവിടെ വന്നതിന്. അതുപോലെ ഈശ്വരനും നന്ദി, എനിക്കിത് പറയാനായിട്ടുള്ള ഒരു വേദി കിട്ടിയതിന് പ്രപഞ്ചനാഥനും നന്ദി. താങ്ക് യു ഓൾ, ലവ് യു ഓൾ. ഷോർട്ടാണ്, പക്ഷെ നല്ല ക്രിസ്പാണ് അല്ലെ, ഇൻഫോർമേറ്റീവ് ആണ്. എല്ലാവർക്കും ഗുണകരമായ ഒരു ക്ലാസ്. സന്തോഷം ഉണ്ടാവണമെങ്കിൽ ആരോഗ്യം വേണം, നല്ല ബന്ധങ്ങളും വേണം അല്ലെ. ഹ്യൂമൻ റിലേഷൻഷിപ്പാണ് ഈസ് ദ ബേസിസ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ആയുസ് കൂടിപ്പോവും, ഓട്ടോമാറ്റിക്കായിട്ട് ആയുസ് വർദ്ധിക്കും. അതേ ഉള്ളൂ. നല്ല ക്ലാസ്. അലോപ്പതിക്കെതിരായിട്ടൊന്നും പറയുന്നില്ല. അലോപ്പതിക്ക് ചികിത്സ വേണ്ടി വന്നാൽ നമുക്കതിന് പോകാം, പക്ഷെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇതെല്ലാം ബാലൻസ് ചെയ്ത് പോകുക എന്നുള്ളതിന്, പ്രകൃതിയിലേക്ക് മടങ്ങാൻ കഴിയുന്നത്ര ശ്രമിക്കുക എന്നുള്ളതാണ് ആ പറഞ്ഞ സന്തോഷം. നല്ലൊരു മെസ്സേജ് ആയിരുന്നു തന്നത്. ഫീഡ്ബാക്കിന് ടൈമാണ് കേട്ടോ. എക്സ്ക്യൂസ് മീ, ഞാൻ ഒരു കാര്യം കൂടി പറയാനായിട്ട്, എനിക്കിപ്പോഴാണ് ആ വീഡിയോ കിട്ടിയത്. ഞാനിപ്പോ ഒരെണ്ണം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണിക്കാമെങ്കിൽ അത് ഒരുപാട് അഡീഷണൽ നോളജ് ഉണ്ടായിരുന്നു സർ. അതൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഒരുപാട് അഡീഷണൽ നോളജ് ആ വീഡിയോയില്, ആ ബുക്ക് കംപ്ലീറ്റ് പറയുന്നുണ്ട്. അതിലെ ഹെൽത്ത് പോർഷൻസ് ഒരു 7th ചാപ്റ്റർ ആണ്. അതാണ് 3 വീഡിയോസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അതായിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അത് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ പറഞ്ഞതേ ഉള്ളൂ. ശതമാനം നിറയുന്നത് വരെ മാത്രം കഴിക്കുക. 80% എന്ന നിയമത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ജപ്പാൻ ആശയമാണ് ഹാര ഹാച്ചി ബു. ഇത് ചെയ്യാൻ എളുപ്പമാണ്. ഭക്ഷണം കഴിച്ച് വയർ ഏതാണ്ട് നിറഞ്ഞുവെന്ന് ഇനി അല്പം കൂടി കഴിക്കാമെന്നും തോന്നുമ്പോൾ കഴിക്കുന്നത് നിർത്തുക. ഹാര ഹാച്ചി ബു എന്ന ആശയം പ്രാവർത്തികമാക്കാനുള്ള എളുപ്പവഴി ഭക്ഷണത്തിന്റെ അവസാനം വിളമ്പുന്ന മധുര പദാർത്ഥങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് അവസാനിപ്പിക്കുമ്പോൾ ചെറിയ വിശപ്പ് ബാക്കിയായിരിക്കണം. ഇതാണ് ഈ ആശയത്തിന്റെ പൊരുൾ. അതുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലേതിനേക്കാൾ ജപ്പാനിൽ ഭക്ഷണത്തിന്റെ അളവ് കുറഞ്ഞിരിക്കുന്നു. വിശപ്പ് കൂട്ടുന്ന തുടക്കത്തിലെ അപ്പറ്റൈസർ, പ്രധാന ഭക്ഷണം, ഒടുവിൽ മധുര പലഹാരം എന്നീ മട്ടിലല്ല ജപ്പാനിൽ ഭക്ഷണം വിളമ്പുന്നത്. പകരം
ചെറിയ ചെറിയ പാത്രങ്ങളിലാണ് വിളമ്പുക. ഒന്നിൽ അരി, മറ്റൊന്നിൽ പച്ചക്കറി, 1 കപ്പ് മിസോ സൂപ്പ്, ഏതാനും സ്നാക്കുകൾ. നിരവധി ചെറിയ പ്ലേറ്റുകളിൽ ഭക്ഷണം വിളമ്പുന്നത് ആവശ്യത്തിലേറെ കഴിക്കുന്നത് ഒഴിവാക്കും. അതുപോലെ ഭക്ഷണത്തിന്റെ വൈവിധ്യം കൂട്ടുകയും ചെയ്യും. ഹാര ഹാച്ചി ബു ഒരു പ്രാചീന രീതിയാണ്. സെൻ ബുദ്ധിസത്തെക്കുറിച്ച് 12ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു കൃതിയായ സേസൻ യൂജിയിൽ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതിന്റെ 2/3 മാത്രമേ കഴിക്കാവൂ എന്നതാണ് ഇത്. കിഴക്കൻ രാജ്യങ്ങളിലെ എല്ലാ ബുദ്ധമത ക്ഷേത്രങ്ങളിലും ആവശ്യമുള്ളതിലും കുറച്ച് ഭക്ഷണമേ കഴിക്കാറുള്ളൂ. 9ാം നൂറ്റാണ്ടിന് മുമ്പേ തന്നെ കുറച്ച് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഗുണം ബുദ്ധമതം തിരിച്ചറിഞ്ഞിരുന്നുവെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് കുറച്ച് കഴിച്ചാൽ കൂടുതൽ ജീവിക്കാം. നമുക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ പ്രതിഭ മാഡം ഇവിടെ ഉണ്ട്. അപ്പോൾ ഡിസ്കഷന്റെ ടൈമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഹലോ, സംശയമല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ കേൾക്കാവോ? കേൾക്കാം മാം, കേൾക്കാം കേൾക്കാം. മാം. ഈ ഹരഹാച്ചിബു ഞാൻ ഈ ഇക്കിഗായ് വായിച്ചപ്പോ മുതലേ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ആരോഗ്യകരമായിട്ട് കാര്യം വേറെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതും അത് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട്, വീഡിയോ അല്ല ഓഡിയോ ആയിട്ട്, ഇക്കിഗായുടെ ഒരു ചാപ്റ്റർ വൈസ്. അപ്പൊ അത് വെറുതെ മറ്റുള്ളവരോട് പറയുക മാത്രമല്ല, ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ മാം പറഞ്ഞതുപോലെ അത് വളരെ സന്തോഷകരമായ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഇപ്പൊ എവിടെയെങ്കിലും സദ്യക്ക് പോയാലൊന്നും ഞാൻ ഈ പറയുന്ന പോലെ കിട്ടുന്നതെല്ലാം വലിച്ചു വാരി കഴിക്കുന്ന ഒരു രീതി അപ്പോഴേ വിട്ടു. അതുകൊണ്ട് എല്ലാവരും അത് ഫോളോ ചെയ്യാം. ഇപ്പൊ മാഡത്തിന്റെ ക്ലാസ് എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായിരുന്നു. അതെല്ലാരും ഫോളോ ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് മാത്രം. ഓക്കെ, താങ്ക് യു. സർ, മറ്റേ വീഡിയോ ഇല്ലേ, അത് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരെണ്ണം കിട്ടിയുള്ളോ? ഇല്ല, എനിക്ക് 3 കിട്ടി. ഞാൻ ഡൗൺലോഡ് ജസ്റ്റ് ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്തുള്ളൂ, ബാക്കി ഡൗൺലോഡ് ചെയ്തിട്ടില്ല. താങ്ക് യു. ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ അവിടേക്ക് ആ വീഡിയോസ് ഷെയർ ചെയ്യാം. ഓക്കെ, അതാണ് നല്ലത്. ഇത് മുഴുവൻ കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ അവർ വാങ്ങിച്ചാലും മതിയാവും അല്ലേ? ഇത് പറയുന്നു. ഇപ്പോഴും വില ഇത് തന്നെയാണോ? 300 റുപ്പീസ് തന്നെയാണോ? 299. എനിക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ ആവശ്യമുള്ളവർക്ക് തരാം. വായിക്കാൻ മടിയുള്ളവർക്ക് കേട്ടുകൊണ്ടിരിക്കാം. കേൾക്കാൻ മാത്രല്ല കാണുകയും ചെയ്യാം. വീഡിയോ ബുക്കാണ്. കാണുകയും ചെയ്യാം, അത് കേൾക്കുകയും ചെയ്യാം. മാത്രല്ല ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യാം. ഹെൽത്ത് ഇസ് വെൽത്ത്. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു പ്രതിഭ മാം. എനിക്ക് തോന്നുന്നു പ്രതിഭ മാമിന്റെ ആ സംസാര രീതി, ശൈലി അത് വളരെ ആകർഷണീയമാണ്. ഇങ്ങനെ ആളുകളെ പിടിച്ച് ഇരുത്താൻ പാകത്തിനുള്ള വാക്കുകളും അച്ചടി ഭാഷയും ഒക്കെ കേട്ടിട്ട് നല്ല രസമാണ്. അത് തന്നെയാണ് ആ വീഡിയോ ബുക്കിന്റെ വിജയവും. അതുപോലെ തന്നെ കൂട്ടുകാരെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രതിഭ മാം. ഈ ബുക്കിന്റെ ഇംഗ്ലീഷ് വേർഷൻ എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പൊ അതിനും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു പ്രതിഭ മാമിനോട്, എന്നെ കൺസിഡർ ചെയ്തതിന്. അപ്പോ എല്ലാം കൊണ്ടും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഔസേപ്പ് സാർ എന്തെങ്കിലും പറയാൻ പോയോ? പറയാനായിട്ട് അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് രഞ്ജിത പറയാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ നിർത്തി. അപ്പൊ ഇനി ഞാൻ ആരംഭിക്കാം. ഞാന് പ്രതിഭയായിട്ട് ഇങ്ങനെ ഒരുപാട് നാളായി ഈ പ്രകൃതിയിലെ കാര്യങ്ങളൊക്കെ അതിന് അസോസിയേറ്റ് ചെയ്തു. ഗുജറാത്തിലെ ഒരു ബിസിനസ് സംരംഭങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളപ്പോ ഈ മിലറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. ലേറ്റസ്റ്റ് വന്ന് ഇപ്പൊ ഈ ഓഡിയോ ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ
നിങ്ങളോട് ഞാൻ പറയുന്നത് ഓഡിയോ ബുക്കൊക്കെ വായിക്കുക. പുള്ളിക്കാരത്തിന്റെ ഈ പുതിയ സംരംഭത്തിന്, നല്ലൊരു ആശയത്തിന്, ചിലവില്ലാതെ ആരോഗ്യം എങ്ങനെ നിലനിർത്താം എന്നുള്ള ഈ ആശയത്തിനെ ചികിത്സിക്കാനായിട്ട് നമ്മളാ കഴിയുന്നത് സഹായിക്കുക. അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഈ എന്താ പറയാ, എവിടെയെല്ലാം ആശുപത്രികളുണ്ടോ അവിടെയെല്ലാം രോഗം വന്നതിന് ശേഷം എങ്ങനെ ചികിത്സിക്കണം എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഡിസീസ് വന്നതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുമാണ് ആശുപത്രിയുടെ സമീപം തന്നെ. പക്ഷെ ആശുപത്രി ഇല്ലാത്ത ഒരു അവസ്ഥ സംജാതമാക്കാൻ, ചെലവില്ലാതെ എങ്ങനെ മുക്തമായി എങ്ങനെ ജീവിക്കാന്നുള്ള ഒരു ആശയമാണ് ഞങ്ങളൊന്ന് പരിചയപ്പെട്ട സമയം മുതൽ എനിക്ക് മനസ്സിലാവുന്നു. അപ്പോ ഇന്നത്തെ ക്ലാസ് ഒത്തിരി നല്ലതായിരുന്നു. ഇതിനകത്ത് നല്ല ഡേറ്റിനെ കുറിച്ച് കുറെ ക്ലാസ് കിട്ടി. ഞാൻ ദയാൽ സാറിന്റെ ഈ ലിങ്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ചിലതെല്ലാം ഞാൻ കേൾക്കാറുണ്ട്. അപ്പൊ എന്നാലും ഒത്തിരി നന്നായിട്ടുണ്ട് പ്രദീപ് ഇന്നത്തെ ക്ലാസ്. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. ഹലോ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. പ്രതിഭ, ഈ മുല്ലപ്പൂ ചായ ഒന്ന് വിശദീകരിക്കാമോ? അത് കേൾക്കാമോ? ഞാൻ ആ വീഡിയോസ്, അത് ഒരുപാടുണ്ട് സാർ. ഞാൻ ആ വീഡിയോസ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. കുഞ്ഞു കുഞ്ഞു ഈ മുല്ലപ്പൂ ചായ സൗണ്ട് കൂട്ടിക്കോളൂ, കേൾക്കുന്നില്ല. വൈഫൈ ഇവിടെ കട്ടായിട്ട് ഞാൻ പിന്നെ മൊബൈൽ ഡാറ്റയിലാണ്. അപ്പൊ അത് ഞാൻ വീഡിയോസ് ഷെയർ ചെയ്യാം നമ്മുടെ ഗ്രൂപ്പില്. വീഡിയോസ് ഷെയർ ചെയ്യാന്നാ പറഞ്ഞത്. അത് ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് കുറച്ചധികം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് കുറച്ചധികം ഉണ്ട് അതിന്റെ കാര്യങ്ങള്. അത് ഷെയർ ചെയ്യാം ഗ്രൂപ്പില്. മുല്ലപ്പൂ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പില് 3 ഇട്ടിട്ടുണ്ട്. പ്രതിഭ എനിക്ക് തന്ന 3 ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. ഇനി ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ വോട്ടർദാനത്തിലേക്ക് പോവാം അല്ലേ സൈജു? അതെ അതെ, നമ്മുടെ ഇതിനകത്ത് ചാറ്റ് ബോക്സിൽ ഒരുപാട് നല്ല കമന്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഇത് സമയത്തിന്റെ പരിമിതി മൂലം നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിലേക്ക് കടക്കാം. നമ്മുടെ ഈ സെക്ഷന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള നമ്മുടെ ചന്ദ്രകല മേഡം മാഡത്തിന് സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുകയാണ്. ഹലോ. താങ്ക് യു സജു സാർ. ഓക്കെ, കേൾക്കാമല്ലോ. ആദ്യമേ ഈ ഒരു നല്ല സെഷന് നമ്മുടെ ആരോഗ്യം, ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് പറയുന്ന നല്ലൊരു മെസ്സേജ്, അതായത് നമ്മുടെ ഭൂമിയില് മണ്ണ്, വായു, ജലം ഇവയൊന്നും കേടുകൂടാതെ അടുത്ത ജനറേഷന് നാം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധിച്ചു വേണം ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ. അതിൽ നിന്നും നാം അവരെ ഒന്നും നോവിക്കാതെ നമ്മുടെ ജീവിതം കടന്നു പോകണം എന്നൊരു നല്ല മെസ്സേജ്. അത് പ്രത്യേകിച്ച് ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു നല്ല മെസ്സേജ് ആയിരുന്നു ഇന്ന് നമ്മുടെ ട്രെയിനറായ മോട്ടിവേറ്റർ. ശരിക്കും പറയുകയാണെങ്കിൽ ആ വാക്കുകളുടെ ഇതാണ് എനിക്ക് വളരെ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ഉള്ള മെസ്സേജ് നമുക്ക് തന്ന പ്രതിഭ മാമിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നന്ദി പറയുക മാത്രമല്ല, ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കിയാൽ മാത്രമേ ഈ സെഷന്റെ മനോഹാരിത കൂടുതൽ വർണ്ണശബളമാവും. പെരുമ്പളം എന്ന ദ്വീപില് പഠിപ്പിച്ച ഒരു അധ്യാപിക എന്ന നിലയിൽ അവിടെയുള്ള അതായത് പ്രതിഭയുടെ ഒരു സാറ്, അശോക് കുമാർ സാറ് ഈ സെഷനിൽ വരുമായിരുന്നു. സാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡന്റ് ആണ്. ശ്രമിച്ചു ഞാൻ, പക്ഷെ സാറ് തിരക്കിലായിരുന്നു. അപ്പോ അത്ര നന്നായിട്ട് ഒരു മെസ്സേജ് നമുക്ക് തന്ന പ്രതിഭ മാം, അത് കേട്ട നമ്മളെല്ലാവരും ധന്യരാണ്. അതോടൊപ്പം തന്നെ ഈ സെഷൻ നമുക്ക് ഈ വാക്കുകൾ നമുക്ക് കേൾക്കാനായിട്ട് ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന നമ്മുടെ KCTU എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ പ്രസിഡന്റായ നമ്മുടെ ജോസഫ് സാറ്, പിന്നെ ട്രഷററായ പോൾ പടയാട്ടി സാറ്,
അതോടൊപ്പം തന്നെ നമ്മളെ താങ്ങി നിർത്തുന്ന ഓരോ മെമ്പേഴ്സും വളരെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്ത് ഈ സെഷനിൽ എത്തിയ ഓരോ വ്യക്തികൾക്കും എൻ്റെ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയും ഈ രീതിയിലുള്ള നല്ല നല്ല മെസ്സേജുകളുമായിട്ട് ഈ സെഷൻ ഉത്തരോത്തരം മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു.